ഇത് ജീവിതമാണ്. തളരാനും തളർത്താനും ആൾക്കാർ ഒരുപാട് ഉണ്ടാവും. പക്ഷേ അവിടെ ഞാൻ തളരണമോ തോൽക്കണമോ എന്ന് ചിന്തിക്കേണ്ടത് ഞാനാണ്. മനസ്സിലായോ? എൻ്റെ ജീവിതത്തിലെ റാണി ഞാനാണ്. അവർ വന്ന് പറയും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളെ നാട്ടിൽ +2 അല്ലെങ്കിൽ 10th A+ കിട്ടിയെന്നും പറഞ്ഞിട്ട് എത്ര റിലേറ്റീവ്സ് അതിനെ സ്പ്രെഡ് ചെയ്തു? ഒന്ന് ആലോചിച്ചാൽ മതി. കുറച്ച് ആൾക്കാർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും പഠിപ്പിച്ച സാറന്മാർ സ്പ്രെഡ് ചെയ്യും. കാരണം അവർ പോസിറ്റീവ് എനർജിയുടെയൊക്കെ മുകളിലാണ്. അവരല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് ചുറ്റുമുള്ളവർ. സോ അതിൽ തന്നെ നമുക്കൊരു വലിയൊരു ലെസൺ ഉണ്ട്. നമ്മളെ വളർത്താനുള്ളവർ കുറച്ചുണ്ടാവുള്ളൂ. വിരലിൽ എണ്ണാവുന്നതോ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ തളർത്തലാണ്. ഈ തളർത്തലിൽ ഇരുന്ന് പോണവോ കിടക്കണമോ അതോ മരിക്കണോ എന്നുള്ളത് നമ്മളെ ചിന്തയാണ്. സോ ജീവിതമാണ്, അത് നേരിടേണ്ടതും നടക്കേണ്ടതും വളരേണ്ടതും നമ്മുടെ മാത്രം ലക്ഷ്യമാണ്. ചിന്തകൾ നമ്മുടേതാണ്. അത് ഏതിലോട്ട് പോകണമെന്ന് ഉദ്ദേശിക്കേണ്ടതും നമ്മളാണ്. നമ്മുടെ ഹൈറിൽ ഉണ്ടാവുന്നത് കുറച്ച് പേര്, അല്ലെങ്കിൽ നമ്മുടെ നല്ല സമയത്ത് കൂട്ടുകൂടിയവരെല്ലാവരും നമ്മുടെ മോശ സമയത്ത് ഉണ്ടാവണമെന്നില്ല. ആ ഒരു ബോധം ഉണ്ടായാൽ മതി ജീവിതത്തിലെ തീരുമാനങ്ങൾ ഒറ്റയ്ക്ക് എടുക്കാൻ. എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെ വന്ന് ചെറുതായിട്ടൊന്ന് ഉപദേശം തേടാൻ കേട്ടോ. മുതിർന്നവരോടൊക്കെ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ മുമ്പേ ആ ചെയ്യുന്നത് ശരിയാണോ, ആ ചെയ്ത് തെറ്റാണോ? കാരണം നമ്മളെക്കാളേറെ അനുഭവ പാഠവും